ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മണ്ഡലങ്ങളിലൊക്കെ സജീവമാണ്. അപ്പോൾ ഈ പറവൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് E.T. ടൈസന്റെ പ്രചരണ പരിപാടികൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. പറവൂരിൽ LDF ചരിത്രം രചിക്കുമെന്നാണ് മണ്ഡലത്തിലെത്തിയ E.T. ടൈസൺ പറഞ്ഞത്. നിലവിൽ കയ്പമംഗലം MLA ആണ് E.T. ടൈസൺ. സംസ്ഥാനത്തെ LDF സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുന്നെയാണ് പറവൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് വിജയമുറപ്പിക്കുകയാണ് LDF ലക്ഷ്യം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പറവൂരിൽ ടൈസൺ മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത്. പിന്നാലെ E.T. ടൈസൺ പ്രചാരണ പ്രവർത്തനങ്ങളും തുടങ്ങി. ഇന്നലെ മണ്ഡലത്തിന്റെ അതിർത്തിയായ മൂത്തുകുന്നത്ത് ടൈസൺ മാസ്റ്റർക്ക് LDF പ്രവർത്തകർ സ്വീകരണം നൽകി. വാഹനജാഥയുടെ അകമ്പടിയോടെയാണ് ടൈസൺ മാസ്റ്റർ മണ്ഡലത്തിലെത്തിയത്. പറവൂരിൽ VD സതീശന്റെ വിജയ തുടർച്ചയ്ക്ക് തടയിടാനാകുമെന്ന പ്രതീക്ഷയും E.T. ടൈസൺ പങ്കുവച്ചു. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പരിപാടികൾ എല്ലാ വിഭാഗങ്ങളെയും സ്പർശിക്കുന്നതാണ്. ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ഈ പറവൂർ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കാൻ. വേറെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ പറവൂർ ചരിത്രം വിധി എഴുതും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. നിലവിൽ കയ്പമംഗലം MLA ആയ ടൈസൺ മാസ്റ്റർ ഇവിടെ 2 ടൈം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പറവൂരിലേക്ക് മാറുന്നത്. ശക്തനായ എതിരാളിയെ തന്നെ രംഗത്തിറക്കുന്നതോടെ പറവൂരിൽ കനത്ത പോരാട്ടമുണ്ടാകുമെന്നാണ് LDF കണക്കുകൂട്ടൽ. 4 നൂറ്റാണ്ടായി പറവൂരിലെ MLA ആയ സതീശനെ തളയ്ക്കാൻ ടൈസൺ മാസ്റ്റർക്ക് സാധിക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. 2001 ആദ്യമായി നിയമസഭയിലെത്തിയ സതീശൻ തുടർച്ചയായ 6ാം വിജയമാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത്. CPIയിലെ MT നിക്സനെയാണ് കഴിഞ്ഞ തവണ സതീശൻ പരാജയപ്പെടുത്തിയത്. 21,301 വോട്ടുകൾക്കായിരുന്നു 2021 VD സതീശന്റെ വിജയം. അമൃത ന്യൂസ്, കൊച്ചി.